അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എടക്കഴിയിലുള്ള ഫാം വില്ലയെ കുറിച്ചാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഈ വെക്കേഷനൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഫാം വില്ല. ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒട്ടകത്തിന് ഫീഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള പുല്ലും അതുപോലെ പ്ലാവിൻ്റെ ഇല അങ്ങനെ എന്തോ ആണ് അവർ ആദ്യം തരിക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുതിരക്കാണ് ഇതുപോലെ പുല്ല് തരും. അപ്പോൾ നമുക്ക് അവരെ ഫീഡ് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും വലിയ വലിയ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലയായിട്ടത്. ഇവിടെ ഒരുപാട് എക്സോട്ടിക് മൃഗങ്ങളെയും പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയത്തക്ക ഒരു ഭംഗി എന്ന് പറഞ്ഞത് നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നല്ല ക്ലീനാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും ഇങ്ങോട്ട് വരുമ്പോൾ. ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ മീനുകളുണ്ട് ഇവിടെ, ഒരുപാട് മീനുകൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു കേട്ടോ, അതിങ്ങനെ കടിക്കൊന്നല്ല എങ്കിൽ കൂടി നമുക്കൊരു ഒരു ഇക്കിളി അവിടെ പോലെയാണല്ലോ കൈയിടുമ്പോൾ. പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ കൊടുത്തു. പിന്നെ മെയിനായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഒരുപാട് എന്താ പറയുക, കോഴികളെ കാണാൻ പറ്റും. ഇത് ഗിനിക്കോഴി വർഗ്ഗത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അവറ്റകൾ നല്ല രസത്തിൽ പുറത്ത് കഴിച്ചിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് നടക്കണം കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഇങ്ങനെ കുള്ളൻ ടൈപ്പ് ആടുകളുണ്ടാവില്ലേ, ഇതിനൊക്കെ ഓരോ പേരുകളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും എനിക്ക് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും അതിൽ നല്ല ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ഭംഗിയിൽ അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു വർഗ്ഗത്തിൽപ്പെട്ടുള്ള ആടാണ് കേട്ടോ. അതിൻ്റെ പേരവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ എന്തോ പാവം തോന്നി കണ്ടപ്പോൾ, എന്തോ സാധാ ആടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആട്. പിന്നെ ഒരുപാട് വെറൈറ്റി ആടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് പിന്നെ പൊങ്ങന്നൂർ കാളക്കുട്ടി എന്ന് പറഞ്ഞൊരു കാളയാണത്. തീരെ ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ്. പിന്നെ ഇവിടെ കുറേ ചെടികളും പൂക്കളൊക്കെ ഒരു നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. കുട്ടികളുടെ പോലെ തന്നെ വലിയ ആൾക്കാർക്കും നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കുട്ടികൾക്ക്, എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും നമുക്ക് ഇതുപോലെ പാമ്പിനെയോ അല്ലെങ്കിൽ പക്ഷികളൊന്നും വെക്കാൻ കൊടുക്കില്ല. അത് നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തരുന്നില്ല, പക്ഷേ അല്ലെങ്കിലൊക്കെ തരും. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷിയാണ്. ഇതിനും അതേ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് നിങ്ങൾ നമ്മുടെ താറാവുകളാണ്, വിദേശികളായിട്ടുള്ള താറാവുകളാണ് അതെല്ലാം, അല്ലാതെ നമ്മുടെ നാടൻ താറാവുകളല്ല. എല്ലാവരും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അടുത്ത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പം വരാൻ പറ്റിയ സ്ഥലം കേട്ടോ അത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സിൽക്ക് കോഴികളാണ്. ഇവരെ കളർ കൊടുത്തേക്കട്ടോ, പല കളേഴ്സായിട്ട് കൊടുത്തേക്കണതാണ്. ഇത് റാബിറ്റുകളാണ് കണ്ടത്. പിന്നെ കാറ്റുകൾ, ബംഗാൾ ടൈപ്പ് കാറ്റ്, പിന്നെ സാധാ പേർഷ്യൻ കാറ്റ്, അങ്ങനത്തെ ടൈപ്പ് കാറ്റുകളുണ്ട്. അവരെ നമുക്ക് എടുക്കാനും താലോലിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമെന്ന് തോന്നുന്നത്. പിന്നെ ഇതൊരു എട്ടുകാലിയാണ്. ഇത് ഹെഡ്ജോഗ് എന്നറിയപ്പെടുന്ന ഒരു യൂറോപ്യക്കാരായിട്ടുള്ള മുള്ളൻപന്നികളാണ്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് പാമ്പുകളാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് കഴുത്തിൽ അണിയാനും നമുക്ക് താലോലിക്കാനൊക്കെ തരും. ഇതൊക്കെ ലിസാർഡുകളാണ്. അതുപോലെ ഇഗ്വാനകളും ഉണ്ട് ഇവിടെ. കളർ മാറുന്ന ടൈപ്പുള്ള ഇഗ്വാനകളൊക്കെ ഉണ്ട്. ഈ വെറ്റങ്ങളൊക്കെ എല്ലാറ്റിനും തരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പാമ്പിനൊക്കെ കഴുത്തിലിടാനൊക്കെ കിട്ടിയിട്ടുണ്ടായി. ഇതെല്ലാം ലിസാർഡ് വർഗ്ഗത്തിൽപ്പെട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കും നമുക്കിത് ആസ്വദിക്കാൻ ഇഷ്ടമാവും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള പാരറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടിൽ നമുക്ക് കേട്ട് അവർ നമുക്ക് തീറ്റ കയ്യിലിട്ട് തരും. അപ്പോൾ നമ്മൾ കയ്യിൽ തീറ്റയായിട്ട് അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേഡ്സ് മുഴുവൻ നമ്മുടെ കയ്യിൽ ഒതുക്കി. ഇത് ശരിക്കും മൊത്തത്തിൽ വന്നിരിക്കും, പക്ഷേ എൻ്റെ മുന്നേ കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് എനിക്ക് കുറച്ചേ വന്നിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഇഗ്വാനകളാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അറപ്പ് തോന്നും, പക്ഷെ നമ്മൾ കാണാത്ത കാരണം ഇങ്ങനത്തെയൊക്കെ അടുത്ത് കാണാൻ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാറ്റിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത്
സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അവർ നല്ല രസമായിട്ട് അവിടുത്തെ ജീവനക്കാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേരും അതുപോലെ തന്നെ അവർക്ക് കുട്ടികൾക്ക് തൊടാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പാമ്പിനെ കഴുത്തിലിട്ടാണ്. ആദ്യം എനിക്ക് ജസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഒരു തരം ഉടുമ്പാണിത്. ഇത് അർജൻറ്റീനക്കാരനായിട്ടൊരു ഉടുമ്പാണ്. ഇതിൻ്റെ പേര് ടെഗു എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 200 രൂപയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല 200 രൂപ. കാരണം വെച്ചാൽ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. വലിയ ആൾക്കാർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ നന്നായി കാണാനൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിനെ എന്താ പറയുക, കയ്യിലെടുക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ. അപ്പോൾ ഈ വെക്കേഷന് എന്താ തൃശ്ശൂർ ജില്ലയിൽ അടുത്തായിട്ട് കാണാൻ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.